ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ മറ്റൊരു പ്രോബ്ലമാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ വി ഓഫ് ടിയും തന്നിട്ടുണ്ട്, കറണ്ട് ഐ ഓഫ് ടിയും തന്നിട്ടുണ്ട്. ദെൻ പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെ തന്നിരിക്കുന്നത് നോക്കാം. വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 141.4 സൈൻ 314 ടി പ്ലസ് 60 ദാറ്റ് ഈസ് വി എം സൈൻ ഒമേഗ ടി ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 314 ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2πf ആണ് ഒമേഗ എന്ന് പറഞ്ഞത്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 314 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 50 ഹെഡ്സ് ആണ്. കറണ്ട് എന്ന് പറയുന്നത് 14.14 സൈൻ 314 ടി മൈനസ് 20 ആണ്. ദാറ്റ് ഈസ് ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. സോ ആർ എം എസ് വാല്യൂ കണ്ടുപിടിക്കാൻ 141.4 ഡിവൈഡഡ് ബൈ √2 ചെയ്താൽ 100 വോൾട്ട് ആണ്. ആർ എം എസ് വാല്യൂ ഓഫ് വോൾട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ ഐ എം മാക്സിമം കറണ്ട് ഡിവൈഡഡ് ബൈ √2 ആണ്. 14.14 ബൈ √3 എന്ന് പറഞ്ഞാൽ 10 ആംപിയർ ആണ്. അപ്പോൾ കറണ്ടിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഐയും വിയും തമ്മിൽ 30 ഡിഗ്രി ലാഗ് ആണ്. അതായത് -10ഉം -10ഉം കൂടെ 20ഉം കൂടെ ചേരുമ്പോൾ 30 ഡിഗ്രി ആകും. സോ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് 30 ആണ്. കോസ് 30 എന്ന് പറഞ്ഞാൽ 0.866 ആണ്. ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട് ലാഗ് ആണ്. പവർ ഡെലിവർ കാണാൻ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് 5 ആണ്. വി എന്ന് പറയുന്നത് ആർ എം എസ് വാല്യൂ 100, കറണ്ട് 10 ഇൻറ്റു 0.866 ആണ്. 1000 കൊണ്ട് ഗുണിച്ച മാതിരി ഉണ്ടാവും. 866 വാട്ടാണ്. അടുത്ത മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫേസർ ഡയഗ്രാം വരയ്ക്കാനാണ്. വി ആണ് റെഫറൻസ്, കറണ്ട് ആണ് ചേഞ്ച് ചെയ്യുക. സോ കറണ്ട് റെഫറൻസ് വാല്യൂവിന് എടുത്തിട്ട് വോൾട്ടേജും 10 ഡിഗ്രിക്ക് പോകുന്നു. ഇതാണ് വോൾട്ടേജിനെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വോൾട്ടേജ് നിൽക്കുന്നത് ഓൾറെഡി 30 ഡിഗ്രി പ്ലസ് ആയിട്ടാണ്. സോ കറണ്ട് മൈനസ് ആയതുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വി എന്ന് പറയുന്നത് 100 വോൾട്ട്, ഐ എന്ന് പറയുന്നത് 10 ആംപിയറുമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.